ഉസ്താദ് ആകെ ഇവിടുത്തെ ഉസ്താദ് ആകെ നിരാശയിലും പ്രയാസത്തിലുമാണ്. കളഞ്ഞിട്ട് പോടാന്ന് അല്ലാഹുവാണ്. എന്നോട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞതാ, ഉസ്താദെ കായംകുളത്തിൽ നിന്ന്, ആറാട്ടുപുഴയിൽ നിന്ന്, കരുനാഗപ്പള്ളിയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വാത് കേൾക്കാൻ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മഹലിൽപ്പെട്ട ഒരുപാട് വീടുകൾ ഇപ്പോഴും ഇതറിഞ്ഞിട്ടില്ലാത്ത പോലെ നടക്കാണ്. അതിൽ ചിലരൊക്കെ വലിയ ദീനീ പ്രവർത്തകരാന്ന് പറഞ്ഞപ്പോ സങ്കടം തോന്നിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെ ദീനാ നമ്മൾ വളർത്തുക? ആരുടെ ദീനാ നമ്മൾ വളർത്തുക? നമ്മുടെ മഹലിന്റെ മുറ്റത്ത് പള്ളിയുടെ കീഴിൽ ആ പാവപ്പെട്ട സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? എത്ര മയത്തോടെ, എത്ര ഭംഗിയോടെ ഈ നാടിന്റെ കെട്ടുറപ്പിന്റെ കാര്യം പറഞ്ഞു. ആർക്കും ഇവിടെ സ്വാർത്ഥതയില്ല, അധികാരമോഹങ്ങളില്ല. എന്നിട്ട് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഓരോരുത്തർക്ക് ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ സംഘടന, എന്റെ ദീൻ, എന്റെ ഭാര്യ തലമറയ്ക്കുക, എന്റെ മക്കൾ സലാം പറഞ്ഞിട്ട് പോവുക, എന്റെ വീട് വളരെ റാഹത്തായിരിക്കുക, പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരോടെങ്കിലും അള്ളാഹയെ കുറിച്ച് 2 വാക്ക് പറയാം, അതോടുകൂടി കബൂല എന്ന ചിലരുടെ ധാരണ. എന്താ കരുതിയത്? ഇതാണ് ദീൻ. വഴിയിൽ കാണുന്നവരോട് അള്ളാഹയെ കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ നിന്റെ ദീൻ തീരുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ദീൻ തീരേണ്ടത് ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ചാ. അവർ മൈക്ക് കെട്ടി വെച്ച് പറയുന്ന മുഴുവൻ അള്ളാഹയെ കുറിച്ചാണ്. നമ്മൾ എന്തേ മനസ്സിലാക്കാത്തത്? അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ നാട്ടിൽ വേണ്ടേ? മനോഹരമായി പള്ളി, എത്ര ഭംഗി അത് കാണാൻ, എത്ര കഷ്ടപ്പെട്ട് അത് ചെയ്തു വെച്ചിരിക്കുക. അതിന്റെ കീഴിൽ കെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ. എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോകണം, ദാ കിടക്കണം എന്ന് പറഞ്ഞു. എന്തിനാ നമ്മൾ ഈ കിടന്ന് ത്യാഗം സഹിക്കാൻ പോവാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെട്ടു വന്നേ പറ്റൂ. ഞാനും നിങ്ങളും പിടിച്ച കൊമ്പാട് പുളിങ്കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വളച്ചൊടുക്കല്ലേ. സംഘടനയുടെ നേതൃത്വം പറയുന്നത് മാത്രമാണ് ഹക്ക്, ബാക്കിയത് പ്രസ്ഥാനം പറയുന്നത് കള്ളത്തരമാണെന്ന് പറഞ്ഞ് ചവിട്ടിത്തേക്കുന്നു. ആരാണ് പെണ്ണുമോനെ നീ ദ്രോഹിക്കുന്നതാരെയാണ്? അബീരയുടെ മണവാറിനെ സയ്യിദെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പ്രസ്ഥാനം പോലും തന്റെ പുസ്തകത്തിലൂടെ 100-ലധികം പ്രാവശ്യം തന്റെ സ്വന്തം നേതാവിനെ സയ്യിദെന്ന് വിളിക്കുമ്പോ റസൂലുള്ളാഹിയെക്കാളും നല്ല നേതാവ് നമുക്ക് വന്നുപോയോ? അല്ലാഹുവിന്റെ ഹബീബിനെക്കാളും നല്ല പാഠം പഠിപ്പിക്കുന്ന അധ്യാപകരെ നമുക്ക് കിട്ടിപ്പോയോ? വേണ്ടതെന്താ? നല്ല ഭയത്തോടെ, തന്മയത്തോടെ, യഥാസോടെ വന്നിരുന്നില്ലാരെങ്കിൽ എവിടെയെങ്കിലും പോയി 10 വഖത്ത് ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഞാൻ വല്ല ദീനുള്ളവനായിപ്പോ എന്ന് ചിന്തിച്ചു മോനക്കേട് വരുത്തിയിട്ടല്ലേ ഈ സമുദായത്തിൽ അള്ളാഹുവിന്റെ ദീനെന്ന് പറഞ്ഞ മലയാള പുസ്തകത്തിന് മാത്രം കെട്ടിയൊതുക്കി വെക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലൊരു ബാഖിയാത്ത് സാലിയാത്തിന്റെ ലൈബ്രറിയിലേക്ക് കടന്നതെല്ലാം നിങ്ങൾക്ക് കഴിയോ? സബീർ റഷാദിന്റെ ലൈബ്രറിയിലേക്ക് കടന്നതെല്ലാം കഴിയോ? കാരന്തോറും അർക്കസമക്കമുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, APയുടെയും EKയുടെയും സ്ഥാപനങ്ങളോ, കൃഷ്ണയുടെ സ്ഥാപനങ്ങളോ, ആ സ്ഥാപനത്തിന്റെ ഉസ്താദുമാരോട് പഠിക്കുന്ന കിതാബടക്കി വെച്ചിരിക്കുന്ന ലൈബ്രറിയുടെ അകത്തേക്കൊന്ന് കടന്നു എന്നാൽ ഒരു വരി തെറ്റുകൂടാതെ വായിച്ചർത്ഥം പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയില്ല. പിന്നെ ആരോ കിട്ടിയ മലയാളം പുസ്തകമാണ് ഏറ്റവും വലിയ വേദമെന്ന് പറഞ്ഞ് തലയിൽ ചുമന്ന് ബാക്കിയുള്ള എല്ലാ ഭീമന്റെ പ്രവർത്തനങ്ങളും പുച്ഛിച്ചു തള്ളുന്നവരെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ, പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ സ്വന്തം പള്ള വീർപ്പിച്ചുകൊണ്ട് ഞാൻ അവരോട് ദീനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന നന്മയുടെ വാതായെന്ന് നാട്ടിൽ പൊട്ടിമുളയ്ക്കുമ്പോ അതിനെ തൊട്ടോട് വെച്ച് കത്തിക്കുന്ന ദുർഗുണം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുള്ളതാ. അത് ദീനിന്റെ പ്രവർത്തകർക്ക് ചേർന്നതല്ല. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നായ പഠിപ്പിച്ചു തരാ 10 കാര്യം. ഞാൻ പഠിപ്പിക്കല്ല, അത് പഠിപ്പിക്കല്ല. ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പഠിച്ചോ. നമ്മുടെ വീടിന്റെ മുമ്പ് നിൽക്കുന്ന നായ, തെരുവ് നായ നമുക്ക് പറഞ്ഞു തരുന്നു 10 ഗുണപാഠം. അത് പഠിച്ചിട്ടെങ്കിലും നീ മനുഷ്യനാകുന്ന. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഓതുന്ന എത്ര പേരുണ്ട്? ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് പുണ്യമാണ്. അപകടത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് അവൻ അള്ളാഹു രക്ഷപ്പെടുത്തും. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവലുണ്ടാകും. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. പെണ്ണുങ്ങളും ഓതണം. പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളിയിൽ പോകണം. പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളിയിൽ പോയാൽ ഖുർആൻ തികയത്തില്ല. പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് ഓതണം. വെള്ളിയാഴ്ച രാവ് അസ്ർ കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വീട്ടിൽ നിന്ന് സൂറത്തുൽ കഹഫിന്റെ പ്രിയപ്പെട്ട വെള്ളിയാഴ്ച ളുഹറിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരിമാർ ഓതണം. ആണുങ്ങൾ ഓതണം. 12:30 മണിയാകുമ്പോ മിമ്പർ കയറിയുന്ന ഉസ്താദ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ അതുവരെ വെളിയിൽ നിന്നുകൊണ്ട് പാത്താള പഠിക്കുക. അള്ളാഹുവെ നമ്മളെ പോയിട്ട് ബാക്കിയുള്ളൂ.
നീളത്തിന് നാക്കള്ള തന്നിട്ടുണ്ട്. 10 പേരെ കിട്ടിയാ പിന്നെ ഇതുപോലെ ഡകഡകാന്ന് സംസാരിക്കാൻ പറ്റും. എന്തൊക്കെയാ പറയുന്നറിയോ? എന്തൊക്കെയാ പറയാ? ഒരു സ്ഥലത്ത് ഞാനിങ്ങ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് മുമ്പ് ഒരു സ്ഥലത്ത് ഒരു ചെറിയ 1.5 രൂപ ഒരു സ്പീക്കർ എടുത്തു വെച്ച് ഒരു പുക പോണ ഒരു ആംപ്ലിഫയർ എടുത്തു വെച്ച് ഒരാൾ പ്രസംഗിക്കുകയാണ്. 4 പേര് മുമ്പ് കേൾക്കാൻ വന്നിരിക്കണം. എന്തൊരു പ്രസംഗം അറിയോ? ഞാനിവിടെ പറയുന്നത് അങ്ങ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ബറാക് ഒബാമ കണ്ടുകൊണ്ടിരിക്കുകയാ. അത് അങ്ങേക്ക് അതല്ലേ ജോലി. ഇവന്റെ 1.5 ഒരു ആംപ്ലിഫയർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ വാർത്താളം അടിക്കാൻ നമ്മൾ അമ്മോ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. താത്തമാരൊക്കെ കല്യാണത്തിന് പോയി 10 പേരെ കണ്ടാൽ പറയുന്ന അങ്ങ് തുടങ്ങിയുണ്ടല്ലോ. എന്റെ മച്ച എങ്ങനെയാ? എന്ന് രാത്രി പിന്നെ ഇച്ചിരി പാല് കുടിക്കണം, ഇച്ചിരി മുട്ട പൊരിച്ചത് കുടിക്കണം, എല്ലാ ദിവസവും ഒന്നും കഴിക്കാറില്ല. പിന്നെ ഓട്സാണ് എന്റെ മച്ച. ഒന്നും വേണ്ട, ഓട്സ് വാങ്ങാം, വെള്ളത്തിൽ കലക്കി ഇങ്ങനെ ആടിന് വെള്ളം കൊടുക്കണം, മച്ചവരെ കുടിച്ചോളൂ. ഇതാണ് എന്റെ മച്ചാക്ക് വേണ്ട. അപ്പൊ ഇങ്ങനെ താളം വിടാൻ അല്ലോ. അതുപോലെ നമ്മള് മോശമാണോ? സുബ്ഹാനല്ലാഹ്, നമ്മളും മിടുക്കരല്ലേ? നമ്മൾ ചില ആൾക്കാര് ഒരു സ്ഥലത്ത് ഇത്തിരി ആളെ കാണുമ്പോ ചില ചെറുപ്പക്കാർ എന്നിട്ട് പറയും, എന്നാലും നമ്മളവിടെ തന്നെ അത്ര പോരാ. കാരണം എന്താ? നമ്മളെക്കാളും വലിയ പരിപാടി ലോകത്താരും വെക്കാൻ പാടില്ല എന്ന തീരുമാനത്തിലാവും. അതുകൊണ്ട് വേറെ ഏത് സദസ്സല്ല അത്ര പറ്റൂല. ചിലപ്പോ അതിന്റെ ഇരട്ടി കാണും ആള്. എന്നാലും അങ്ങനെ പറയും. താളം വിടാൻ, സംസാരിക്കാൻ 10 പേരെ കിട്ടിയാൽ നമ്മളെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. അതുപോലെ സഹോദരങ്ങളെ, ആ രീതിയിലൂടെ മാത്രം നമ്മൾ കടന്നു വന്നാൽ പോരാ. നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച നമ്മൾ ഓതുക. വെളിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് ഖുതുബ ചെയ്യുമ്പോ നിസ്കാരം തുടങ്ങുന്ന ചാടിക്കേറി നിസ്കരിച്ച് ഇറങ്ങി വരുന്നവന് ജുമഅ കിട്ടുമോ? ഇല്ല. ഖുതുബയുടെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നവനല്ലാതെ ജുമഅ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ജുമഅ നിസ്കാരം കിടന്നിറങ്ങുമ്പോ ഉസ്താദ് എന്തെങ്കിലും നസീഹത്ത് പറഞ്ഞാൽ കേൾക്കാതിരിക്കോ? ഇല്ല. പക്ഷേ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഓടുകയല്ലേ. സൂറത്തുൽ കഹ്ഫ് ഓടാൻ നേരമില്ലാത്ത സമുദായം ഇറങ്ങിയോടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ നമ്മൾ പറയുന്നതെന്താ? ഒരു സോഡ ഇറങ്ങി ഒഴിച്ചിടെ പോയാ കടയിൽ വരിക. എല്ലാ ജുമാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് ഒറ്റ പോക്ക. വേറെ ഒന്നും പള്ളിയിൽ എന്ത് പൊതുയോഗം നടന്നാലെന്ത്, മതപ്രസംഗം നടന്നാലെന്ത്, കമ്മിറ്റി നടന്നാലെന്ത്, ഉസ്താനെ പിരിച്ചുവിട്ടാലെന്ത്, ഉസ്താനെ തിരിച്ചെടുത്താലെന്ത്, ഒരു പ്രശ്നം. അവനൊന്നും അറിയേണ്ട കാര്യമില്ല. അവന് മരിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് നടക്കുന്ന കാര്യം ഉറപ്പാ. മിക്കവാറും അടക്കാൻ കിട്ടും. ഈ കണക്കിന് കവറിനകത്ത് കെട്ടിക്കുയിലാക്കിക്കൊണ്ടിരുന്ന എങ്ങനെ അടക്കാൻ കിട്ടും? 7-8 ദിവസമൊക്കെ അങ്ങനെ കിടന്നാൽ വല്ലാത്ത രംഗമാണ്. കൂട്ടുകാരനല്ലേ, കൂടെ കൊണ്ട് നടന്നവനല്ലേ. എത്ര സംഭവം ഇങ്ങനെ ലോകത്ത് അനേകായിരം സംഭവങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കാണണം, നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നടക്കാതിരിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കണം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയും, ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുത്ത നായ രാജാവിന്റെ അക്രമം കാരണം പരിശുദ്ധ വിശ്വാസവും കൊണ്ട് രക്ഷപ്പെട്ടു പോയ യുവാക്കൾക്ക് നേതൃത്വം കൊടുത്ത നായയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, മഹാഭാരത യുദ്ധം കഴിഞ്ഞു വന്ന ആ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാൻ മുമ്പിലുണ്ടാകുന്ന നായയെ കുറിച്ച് മഹാഭാരതം പറയുമ്പോ, ഇത്താഖ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് അതേ ആ മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പോയ യുവിഷസ് എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ച് ജന്മനാട്ടിലേക്ക് വരുമ്പോ വലിയ താടിയായി പോയി, ശരീരത്തിൽ ഒരുപാട് വ്യത്യാസം വന്നുപോയി. ഇത്താഖ എന്ന് പറയുന്ന ബൈബിൾ പരിചയപ്പെടുത്തുന്ന രാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോ ആ സഹോദരനെ തിരിച്ചറിയുന്നവരാരും അവിടെ ഇല്ല. ബന്ധുക്കൾക്ക് മനസ്സിലായില്ല. ആട്ടിയോടിച്ചു, നാട്ടുകാർ ആട്ടിയോടിച്ചു. അവസാനം തിരിച്ചു പോകാൻ കടക്കരയിൽ വന്നിരിക്കുമ്പോ ആ സഹോദരൻ ധരിച്ചിരുന്ന കുപ്പായത്തിലേക്ക് ഒരു ജീവി വന്ന് കടിക്കുകയാ. തിരിച്ചു നോക്കുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് താൻ തന്റെ മടിയിലിരുത്തി പാല് കൊടുത്തിരുന്ന, ബിസ്ക്കറ്റ് കൊടുത്തിരുന്ന വളർത്തുനായാണ് വന്നിട്ട് തന്റെ യജമാനെ കണ്ട് തിരിച്ചറിഞ്ഞു പോയതെങ്കിൽ ആ നായയെ കുറിച്ച് ക്രൈസ്തവ മതം പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നായയിൽ നിന്ന് സമുദായത്തിന് പഠിക്കാനുള്ള 10 കാര്യം ഹസൻ ബസരി റളിയല്ലാഹു തആല പറയുന്നു. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? കുറഞ്ഞ ഭക്ഷണമാണ് ഒന്നാമത്തെ പാഠമാണ്.
നമ്മൾ നായക്ക് നിങ്ങൾ ഒരു 10 ആടിന്റെ എല്ലും അതുപോലെ തന്നെ ബാക്കി മാംസങ്ങളൊക്കെ എടുത്ത് ഒരു വലിയ പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്ത് അവൻ ആവശ്യമുള്ളത് കഴിച്ച് പിന്നെ ടേസ്റ്റ് നോക്കാൻ ഒരു എല്ലും എടുത്ത് കടിച്ച് പതുക്കെ നടന്നു പോകും. മൊത്തവും മാർത്തി കാണിക്കില്ല, കവറിലൊന്നും വാരിക്കേറ്റ് തോളത്തിട്ടൊന്നും പോകത്തില്ല. മതിയാവുന്നതിനപ്പുറം ഇനിയും വേണമെന്ന് പറഞ്ഞ് ആർത്തിമുത്തത് കഴിക്കത്തില്ല. അത് നായയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം മനുഷ്യന് വളരെ നല്ലതാണ്. മദീനയിൽ ഒരു ഡോക്ടർ വന്നു അത്രേ. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, ഫ്രീ ആയിട്ട് ഞാൻ ചികിത്സിക്കാൻ നിൽക്കട്ടെ 90 ദിവസം. അങ്ങനെ ചികിത്സ നടത്താൻ വേണ്ടി രോഗികളെ കാത്തിരുന്നിട്ട് രോഗികളാരും വന്നില്ല. അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞു, എന്തേ ഞാനിവിടെ വന്നിട്ട് 90 ദിവസമായി ആരെയും കണ്ടില്ലല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അവര് വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാ, അതുകൊണ്ട് അവർക്ക് രോഗം വരാറില്ല. വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാണ്, അതുകൊണ്ട് രോഗം വരാറില്ല. അത്താഴത്തിന് സുബഹിക്ക് മുമ്പ് അത്താഴം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നവരുണ്ടല്ലോ, ഹൗദിന്റെ അടുത്ത് ഇക്കാമത്ത് കുറെ പെട്ടെന്ന്, കാരണം ഇക്കാമത്ത് കൊടുത്തില്ലെങ്കിൽ ആടിപ്പോവും, അത്രയ്ക്ക് ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി സമയമില്ല അത്രത്തോളം. ഞാൻ ആദ്യം ജോലി ചെയ്യാൻ പോയി ചെറിയൊരു മഹലില്, അവിടുത്തെ മോദി സാഹിബ് പാവം സാധുവാണ്, വലിയ വിവരമൊന്നുമില്ല. അപ്പോ അന്ന് റമദാൻ മാസത്തിലെ ഒരു സ്ഥലത്ത് ആദ്യം ഫസ്റ്റ് ദിവസം ഡേറ്റ് കൊടുത്ത് തെറ്റിപ്പോയത് കൊണ്ട് ആദ്യത്തെ ദിവസം വാദമുണ്ടായി. അതിന് പോയി വന്നപ്പോ സനതെടുത്ത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് റമദാനാണ്, ഫസ്റ്റ് ജോലിയാണ്. അപ്പോൾ പ്രസവം കഴിഞ്ഞ് രാത്രി ഒരുപാട് വയ്യ വന്നു. അപ്പൊ ഞാൻ മോദി സാഹിബിനോട് പറഞ്ഞു, അത്താഴത്തിന് ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി നേരത്തെ വിളിക്കണം. സാധാരണ ബാങ്കിൽ തൊട്ട് മുമ്പ് എഴുന്നേറ്റ് കഴിക്കൽ ഒരു 10-15 മിനിറ്റ് മുമ്പ് കഴിച്ച് തീർന്ന വല്ലൊക്കെ വെച്ചിരിക്കലാണ് സുന്നത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ വിളിക്കണം. കാരണം സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയി, ഞാനും ഉറങ്ങിപ്പോയി. പ്രസവം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വന്നത്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശരി സാറേ. അങ്ങനെ 1:30 മണിയായപ്പോൾ മുമ്പിൽ വിളിക്കാൻ ഞാൻ പറഞ്ഞു, 1:30 മണിയല്ലേ ഉള്ളൂ സാറേ, സാധനമെല്ലാം അവിടെ എത്തിക്കൊണ്ട് മുമ്പ് റെഡിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം 4 മണിക്ക് വിളിച്ചാൽ നേരത്തെ ഞാൻ ഉദ്ദേശിച്ചാതാ, 4 മണിക്ക് വിളിച്ചു. ശരി സാറേ, എന്നാ ആയിക്കോട്ടെ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ട് പാവപ്പെട്ട ഇരുന്നിരുന്ന ഒരു സ്ഥലത്തിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പുറത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി മൈക്കിൽ പൊട്ടിയപ്പോഴാ പുള്ളി ഉണരണ. പെട്ടെന്ന് എന്റെ ഫസ്റ്റ് നോമ്പ് ഡിഗ്രി എടുത്ത് വന്നിട്ട് വാതിലിൽ മുട്ടി, വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു, പേസ്റ്റും എടുത്ത് ബ്രഷിലൊക്കെ വെച്ച് ഇങ്ങനെ പല്ലിയൊക്കെ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറയാം, എവിടെ പോവാ? ഞാൻ പറഞ്ഞു, പല്ലി വെച്ചിട്ട് ഭക്ഷണം കഴിക്കണ്ടേ, ഇന്നിപ്പോൾ പല്ലി കഴിക്കാതെ കഴിക്കാം, പെട്ടെന്ന് വരും. അപ്പോൾ അപ്പുറത്ത് വാങ്ങി കഴിക്കാം. ഞാൻ പറഞ്ഞു, അവിടെ വാങ്ങി, അത് അവിടെയല്ലേ, നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ പതുക്കെ ഇവിടെ വാങ്ങി വിളിച്ചോളാം. ഇവിടത്തെ വാങ്ങി കേൾക്കുമ്പോൾ നിങ്ങൾ കഴിക്കാലോ, അതുവരെ കഴിക്കാലോ, ഞാൻ പതുക്കെ വിളിച്ചോളാം, നിങ്ങൾ കഴിക്കുകയും പെട്ടെന്ന് പല്ലി കഴിക്കാൻ പോകേണ്ടതാണ്. ഇത് നമ്മുടെ ജീവിതത്തെ ആലോചിച്ച് നോക്കിയേ. ഈ സഹോദരൻ, ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. ചില ആൾക്കാർ പറയും പ്രസംഗത്തിന്റെ മഞ്ചിന് വേണ്ടി പറയുന്നത്. അബ്ദുൽ കണ്ണെന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. സ്ഥലം കൂടെ പറഞ്ഞുതരാൻ വേഗമോട്, സംശയമുള്ളവർക്ക് ഇനിയിപ്പോൾ അത് വേണ്ട. അപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണത്തിന്റെ കുറവുണ്ടല്ലോ, ആ ഭക്ഷണത്തിന്റെ ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഭക്ഷണത്തെ വളരെ കുറച്ചു മാത്രം സേവിക്കുക, കുറച്ചു മാത്രം കഴിക്കുക, അത് വളരെ നല്ല സ്വഭാവമാണ്.